ഞാനിന്ന് രാവിലെ ഭൂട്ടാൻ്റെ തലസ്ഥാനമായ തിംഫുവിൽ ഒന്ന് പ്രഭാത സവാരിക്കിറങ്ങിയതാണ്. ഈ നഗരത്തിലെ ഒരു നാഷണൽ ഹൈവേ ആണ്, ഒരു 4 വരി പാതയാണ് ഈ കാണുന്നത്. നടക്കാനിറങ്ങിയപ്പോൾ അധികം ആൾക്കാരെ ഒന്നും കാണുന്നില്ല. അവിടെ ഒരു ബസ് സ്റ്റോപ്പിൽ കുറച്ച് പേര് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അത് കുട്ടികളാണെന്നാണ് തോന്നുന്നത്. അതേപോലെ തന്നെ വളരെ രാവിലത്തെ സമയമായതുകൊണ്ടായിരിക്കാം തിരക്കുകളൊന്നുമില്ല. ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു കെട്ടിടം പണി നടക്കുന്ന ഇതിൻ്റെ മുമ്പിലാണ്. ഇവിടുത്തെ കെട്ടിടങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ മാക്സിമം 5 നില വരെ അനുവദിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. അതല്ലാതെ വലിയ ബിൽഡിങ്ങുകൾ ഇവിടെ അനുവദനീയമല്ലത്രേ. അപ്പോൾ ഇതാണ് നമ്മൾ തിംഫുവിൽ രാവിലെ കാണുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച. തിംഫു നഗരത്തിലെ ബുദ്ധപ്രതിമ കാണുന്നതിന് വേണ്ടിയിട്ടുള്ള കവാടമാണ് ആ കാണുന്നത്. ആ കവാടത്തിലൂടെ കടന്നാണ് നമ്മൾ ഈ കോമ്പൗണ്ടിലേക്ക് പ്രവേശിക്കുന്നത്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധൻ്റെ ഏതാണ്ട് ഒരു സൈഡ് വ്യൂ ആണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രിയ സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ തിംഫുവിൻ്റെ നഗരത്തിൻ്റെ മുകളിലുള്ള ഏറ്റവും വലിയ ബുദ്ധപ്രതിമ അത് കാണുവാനായിട്ടാണ് ഇവിടോട്ട് കയറി വരുന്നത്. ഈ കാണുന്നതാണ് ബുദ്ധപ്രതിമ. അപ്പോൾ ഈ ബുദ്ധപ്രതിമ ഏതാണ്ട് 62 മീറ്റർ ഉയരമാണ് ഇതിനുള്ളത്. ഇതിൻ്റെ പ്ലാറ്റ്ഫോം വരെ ഏതാണ്ട് ഒരു 11 മീറ്ററും പിന്നെ 51 മീറ്റർ ഉയരത്തിലാണ് ബുദ്ധൻ്റെ ഈ പ്രതിമ ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. ഇത് 2005 അല്ലേ പണി ആരംഭിച്ച് 2015 പൂർത്തിയാക്കിയതാണ്. ഇതിന് ഏതാണ്ട് $600 മില്യൺ ചിലവായിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതായത് ഗോൾഡൻ കളറിൽ അല്ലേ, ഗോൾഡൻ കളറിൽ ഇത് ബ്രാസാണ്, പക്ഷേ ഗോൾഡ് കവറിങ് ആണ്. അപ്പോൾ ഇത്രത്തോളം വലിയ തുക മുടക്കിയിട്ടുള്ള ഒരു സ്റ്റാച്യു, ഈ സ്റ്റാച്യു കാണുവാനായിട്ട് എത്രയോ മനോഹരമാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. പക്ഷേ ഇതിൻ്റെ ഉള്ളിലെ കാഴ്ചകളെക്കുറിച്ച് നമുക്ക് വിവരിക്കാൻ സാധ്യമല്ല. അത്രത്തോളം ഭംഗിയാർന്നിട്ടുള്ള ഏതാണ്ട് 100,000 മുകളിലുള്ള ചെറിയ ബുദ്ധപ്രതിമകൾ. അതേപോലെ തന്നെ കുറച്ചുകൂടി വലുതാണെങ്കിൽ അത് ഏതാണ്ട് 25,000 എണ്ണം. അപ്പോൾ ഇതൊക്കെ അതിനകത്തുണ്ട്. പക്ഷേ നമുക്കത് കാണാനോ കാണിക്കുവാനോ സാധ്യമല്ല. കാരണം ഇതിൻ്റെ ഉള്ളിൽ ഫോട്ടോസ് ആൻഡ് വീഡിയോഗ്രാഫി നോട്ട് അലൗഡ് എന്നാണ് എഴുതി വച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതൊന്നും നമുക്ക് കാണുവാനായിട്ട് സാധിക്കത്തില്ല. ഇതാണ് നമ്മുടെ ഗൈഡ്. ഈ ഗൈഡ് ന്യൂവാങ് തിങ് എൻ ടി പറയും. കൊച്ചു പയ്യനാണ്, ഒരു 10-22 വയസ്സൊക്കെ ഉള്ളൂ. വളരെ ഭംഗിയായിട്ട് കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യും. ഓക്കെ, പ്ലീസ് ക്യാൻ യു ഡിസ്ക്രൈബ് സംതിങ് അബൌട്ട് ദിസ് സ്റ്റാച്യു? ഓക്കെ. So this statue is one of the biggest outdoor statue we have in the Bhutan. Okay. Okay. And this place is used for the blessing. Ah. And lots of blessing will happen every year, every month. And okay, I said this is one of the wonderful place in the Bhutan. Not only in Bhutan, in the world. Okay. I'm not sure about the world. Okay. അപ്പോൾ ഇത് ലോകത്തിൽ തന്നെ ഒരു വളരെ ഇൻ ദി ഗുജറാത്ത് സ്റ്റാച്യു ഓഫ് യൂണിറ്റി ഈസ് ദെയർ, പട്ടേൽ. അപ്പോൾ ഏതായാലും വളരെ അത്ഭുതകരമായിട്ടുള്ള, സത്യത്തിൽ ഇതിവിടെ വന്ന് കാണണം കേട്ടോ. ഇതിൻ്റെ അകത്തുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കയറി കണ്ടു കഴിഞ്ഞാൽ അതെങ്ങനെ നമുക്ക് വാക്കുകളിൽ കൂടി വർണ്ണിക്കാനായിട്ട് സാധ്യമല്ല. കാരണം അതിവിടെ വന്ന് തന്നെ കാണണം. സത്യത്തിൽ എനിക്ക് ചുരുക്കത്തിൽ പറയാനുള്ളത്, നമുക്കൊരല്പം സാമ്പത്തിക ഭദ്രതയും അതുപോലെ തന്നെ ആരോഗ്യവും ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് വന്ന് കാണണം. ഇത് കണ്ടെങ്കിൽ മാത്രമേ അതിൻ്റേതായിട്ടുള്ള ആ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. ഇത് നോക്കി, ഇതിൻ്റെ തൊട്ട് മുമ്പിലുള്ള ഇത് ഒരു വലിയ പ്ലാറ്റ്ഫോമാണ്. ഇതിൻ്റെ തൊട്ട് താഴെയാണ് തിംഫു എന്ന് പറയുന്ന നഗരം. അതാണ് ഇവിടെ നിന്ന് നമുക്ക് കാണുവാൻ കഴിയുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങൾ. ഇപ്പോൾ ഞങ്ങളുടെ അടുത്ത് നിൽക്കുന്നത് താഷി, ഒരു ഭൂട്ടാൻ യുവതിയാണ്, കൊച്ചു പെണ്ണാണ്. അവർ ഓക്കെ, പ്ലീസ് സേ സംതിങ് അബൌട്ട് ഭൂട്ടാൻ ഓർ ദിസ് അബൌട്ട് ദിസ് സ്റ്റാച്യു, താഷി. Okay, hello.
Welcome to Buddha Dharma. It is known as Buddha Dharma Thank you. because the name was derived from Buddha, Yeah. was from India. Ah, So we believe that if we reach here, it's like we reach in the Yeah. Buddha, where Buddha has teach us the ah, sermons, first teaching sermons into India. okay, So we believe that we are like arriving there if we arrive here. okay, As you can see, it is the very tallest Ah. Buddha statue in our country. Okay. It is about 54 Ah. feet. 54 feet. okay, And you can see the statue inside. There is like top floor and the lower floor. And in the lower floor, you'll see the statue of our founder Ah. and also the Buddha himself Ah. and the second Buddha, which is known as Guru Pema Sambho. okay, okay, Tashi, thank you so much. Just